ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അടിപൊളി ആനിമേഷൻ, അടിപൊളി ഗ്രാഫിക്, അടിപൊളി ആക്ഷന്. മലയാളത്തിൽ ഒരു പുതിയ കഥ ഓക്കെ, ഇതുവരെക്കും കാണാത്ത കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥയാണ് ലോക. കല്യാണി ആണെങ്കിലും നസ്ലിൻ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാണിച്ചിരിക്കുന്ന ക്യാമിയോ ഒക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കമൻ്റ് ഇട്ടിട്ട് തെറി വിളിക്കാൻ നിൽക്കണ്ട. ഇത് വൺ ടൈം വാച്ചാണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. കാരണം ആക്ഷനും സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇറങ്ങിയിരിക്കുന്ന മൊത്തം അഭിപ്രായങ്ങളും ഓവർ ഹൈപ്ഡായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളൂ. അതായത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് രാവിലെ 6 മണിക്കുള്ള ഷോക്ക് പോകണം, അല്ലെങ്കിൽ രാത്രി 1 മണിക്കുള്ള ഷോ, അത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും കാണേണ്ട ഒരു പടമൊന്നുമല്ല. സാധാരണഗതിയിൽ കിട്ടുന്ന ടിക്കറ്റ് കൊടുത്തിട്ട് പോയി കാണാൻ പറ്റിയ പടം തന്നെയാണ്. കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. ആക്ഷൻ ആണെങ്കിലും ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടർ ആണെങ്കിലും ക്യാമിയോ ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, അതാണ് ഈ പടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഈ പടത്തിനെ ശരിക്ക് ഓരോ സീനിലും കൊണ്ടുപോകുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തോ വാവ് ഫീലിംഗ് ഒന്നും എനിക്കിതിനകത്ത് കിട്ടിയിട്ടൊന്നുമില്ല. കണ്ടിരിക്കാം, കാരണം ഞാൻ ഇംഗ്ലീഷിൽ ഇതുപോലത്തെ കുറേ പടങ്ങൾ കണ്ടത് കൊണ്ടായിരിക്കാം എൻ്റെ ഈ ഒരു അഭിപ്രായം ഇങ്ങനെയുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടോ. തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആക്ഷൻ വെറൈറ്റി ഫാൻറ്റസി പടമാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഇതൊക്കെ വരും. ലാസ്റ്റ് 2 മാർവൽ സീരീസ് പോലെ ഒരു എന്താ പറയുക പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അതല്ലാണ്ട് വലിയ വാവ് ഫാക്ടർ ഒന്നും എനിക്ക് ഇതിനകത്ത് ഫീൽ ആയിട്ടില്ല. പിന്നെ കുഡോസ് ടു ദി ഡയറക്ടർ ആൻഡ് വേഫെയറർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 crore ബഡ്ജറ്റിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. നല്ല കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനൊക്കെ സമ്മതിക്കണം. പക്ഷേ ഓവർ ഹൈപ്ഡ് ആക്കിയിട്ട് കാണാൻ പറ്റിയൊരു പടമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല.